ഹലോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റിൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ 2022 വേർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ബ്രൗസർ സെലക്ട് ചെയ്യുക. എന്നിട്ട് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 3 ഓപ്ഷൻസ്. അതായത് കമ്മ്യൂണിറ്റി, പ്രൊഫഷണൽ, എൻ്റർപ്രൈസ്. നമുക്കിവിടെ ഫ്രീ ഡൗൺലോഡ് ആയിട്ടുള്ളത് കമ്മ്യൂണിറ്റി മാത്രമാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഇത് സ്റ്റാർട്ട് ആയതിനു ശേഷം നമുക്കത് ഓപ്പൺ ആക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാളിങ്ങിന് ഡിഫോൾട്ടായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആയിക്കോളും. അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്യേണ്ട കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ നിങ്ങൾ ഡിഫോൾട്ടായിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രൊസീജിയറിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ട കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ചൂസ് ചെയ്യുക എന്ത് ടൈപ്പ് ഡെവലപ്പിംഗ് ആണ് നമ്മൾ ഇതുകൊണ്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ASP.NET വെബ് ഡെവലപ്പിംഗ്, അഷ്യൂർ ഡെവലപ്പിംഗ്, പൈത്തൺ ഡെവലപ്പിംഗ്, Node.js ഡെവലപ്പിംഗ്, പല ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ കോഴ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ASP.NET വെബ് ഡെവലപ്പിംഗ് ആണ്. അപ്പോൾ നമുക്ക് വെബ് ഡെവലപ്പിംഗ് അത് മാത്രം സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് .NET 8 നമുക്ക് സെലക്ട് ചെയ്യണം. നമുക്ക് ഒരു ലേറ്റസ്റ്റ് വേർഷനിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും എത്ര സൈസാണ് വേണ്ടതെന്ന്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് എനിക്ക് ആ ഓപ്ഷൻ എനിക്കത് കാണിക്കാത്തത്. നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എബൌട്ട് 2.something GB നിങ്ങൾക്ക് വേണ്ടി വരും അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ASP.NET വെബ് ഡെവലപ്മെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ 2022 അതിൻ്റെ കൂടെ .NETൻ്റെ ഒരു ലേറ്റസ്റ്റ് 8 വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഹലോ വേൾഡ് ASP.NET Core MVCയിൽ പ്രിൻറ്റ് ചെയ്യാം എന്നതാണ് കാണിക്കാൻ പോകുന്നത്.